ഇഷ്യൂ ഇപ്പോൾ വന്നു. ഇങ്ങനെ ഇഷ്യൂ നേരത്തെ ഉണ്ടായിരുന്നത് ആരും ശ്രദ്ധിക്കാതെ പോയത് എന്താണ്? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഈ ഒരു ഇഷ്യൂവിൻ്റെ ഇങ്ങനൊരു ഡിസിഷൻ്റെ താല്പര്യം അല്ലെങ്കിൽ ആവശ്യം എന്താണെന്ന് അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്ത്യയിലും പുറത്തും ഇന്ത്യക്കാരുടെ അടുത്ത് എല്ലായിടത്തും തന്നെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ ഇന്നില്ലെങ്കിലും അമേരിക്കയിലും യൂറോപ്പിലും മിക്ക രാജ്യങ്ങളിലും ഇതുണ്ട്. അതൊക്കെ ഒരു സെക്കുലർ മതേതരത്വ രാഷ്ട്രത്തിൻ്റെ പ്രത്യേകതയായിട്ട് അവരൊക്കെ പറഞ്ഞുകൊടുപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ മതങ്ങൾ വളരെ ബഹുലമാണ്. ഒരു പ്രധാന മതം ഹിന്ദുയിസമാണ്, അല്ലെങ്കിൽ ഹിന്ദു മതമാണ്. പിന്നെ ഉള്ളതിന് പുറകിലുള്ളത് മുസ്ലിംസാണ്. പിന്നെ ജൈനരുണ്ട്, സിഖുകാരുണ്ട്, പാഴ്സികളുണ്ട്. ഇങ്ങനെ മതങ്ങളുടെ ഒരു ബാഹുല്യമാണ് ഇന്ത്യയിൽ. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് ഉണ്ടെന്നല്ല, ആർക്കാണ് അതിൻ്റെ ലാഭം, ആർക്ക് നഷ്ടം എന്നൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടാണ് വളരെ കാലമായിട്ടൊന്നും ചെയ്യാതിരുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ കോൺവാലിസ് പ്രഭുവിൻ്റെയും ബെന്റിക് പ്രഭുവിൻ്റെയും കാലം മുതലൊക്കെ തന്നെ ഉണ്ട് ബ്രിട്ടീഷുകാർ അവരുടെ കോഡിൽ ഇതൊക്കെ ചേർത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പ്രായോഗികമല്ലെന്ന് തെളിഞ്ഞു. ഇന്ത്യയിൽ 1947 സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. ഒരു ഷാബാനു കേസും ഒരു മേരി റോയ് കേസൊക്കെ അതിൻ്റെ പുറകെ വന്ന കഥകളാണ്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിവേ ആദ്യമായിട്ടൊരു ടേം പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ജോസഫിനെ ക്ഷണിക്കുന്നു. കിടക്കുകയാണ് യൂണിഫോം സിവിൽ കോഡ് ഇൻ ഇന്ത്യ. യൂണിഫോം സിവിൽ കോഡ് ഇൻ ഇന്ത്യ നമുക്ക് ഇപ്പോൾ ഒരു കറണ്ട് സബ്ജക്റ്റായിട്ട് കടന്നു വന്നിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് നമ്മുടെ ചർച്ചയിലേക്ക് നമ്മളെടുത്തത്. ഞാൻ ഇതിൻ്റെ ആധുനിക പ്രാധാന്യത്തെ പ്രതിപാദിക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ലോ, ഇന്ത്യയിലെ നിയമവ്യവസ്ഥയുടെ അല്ലെങ്കിൽ വ്യവസ്ഥയുടെ ആരംഭ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതായത് നമ്മുടെ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ നമുക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് കാണാൻ പറ്റുന്ന നിയമവ്യവസ്ഥിതി എന്ന് പറഞ്ഞിരുന്നത് അർത്ഥശാസ്ത്ര അല്ലെങ്കിൽ മനുസ്മൃതി എന്നിവയിലൂടെയായിരുന്നു ഒരു വ്യവസ്ഥിതി, ഒരു ചട്ടക്കൂട്, അല്ലെങ്കിൽ എന്താ പറയുക, അല്പമെങ്കിലും ഒരു ഓർമ്മ നമ്മുടെ നാട്ടിൽ, നമ്മുടെ നാടെന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ലഭിച്ചിരുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് പഴയ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഇന്ത്യ അല്ല, മറ്റ് പാകിസ്ഥാൻ, ബർമ അല്ലെങ്കിൽ മറ്റേ രാജ്യങ്ങളൊക്കെ കൂടിയിരുന്ന ഒരു ഇന്ത്യയിൽ. അതിനുശേഷം നമ്മുടെ ഭാരതത്തിൽ ബ്രിട്ടീഷ് കോമൺ ലോ അത് നമുക്ക് കാണാൻ പറ്റും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആരംഭ കാലത്തോടെയാണ് ഈ പറഞ്ഞ ബ്രിട്ടീഷ് കോമൺ ലോ ആപ്ലിക്കബിളായത്. അതിനൊക്കെ ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ശേഷം ബ്രിട്ടീഷ് രാജ് ആരംഭിച്ചതിന് ശേഷം ബ്രിട്ടീഷ് നിയമങ്ങൾ ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം നമ്മുടെ സ്വാതന്ത്ര്യ സമര പരിണിതമായി നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിന് ശേഷം ആണ് ഇന്ത്യൻ ലോ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടതും എക്സിസ്റ്റ് ചെയ്യപ്പെട്ടതും. അതോടൊപ്പം നമ്മുടെ നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ സൃഷ്ടിക്കുവാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിലും ആ വിഭാഗത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയും അതുപോലെ തന്നെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് ലോയും അങ്ങനെ കടന്നു വന്നു. അപ്പോൾ ഞാൻ ഒരു മുഖവരയായിട്ട് പറഞ്ഞതേ ഉള്ളൂ പുരാതനമായിട്ടുള്ള നമ്മുടെ ആ ഒരു നിയമവാഴ്ചയുടെ ആരംഭം. കൂടുതൽ ഞാൻ എംഫസിസ് കൊടുക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉള്ള ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ്. അപ്പോൾ ഭരണഘടന ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ച് വലിയ ഒരു സമ്പത്താണ്. അതായത് നാടിൻ്റെ ഏകീകൃതവും ഐക്യവും രാജ്യത്തിലെ ജനങ്ങളുടെ സുസ്ഥിരമായ അവകാശങ്ങൾ കാത്തുസൂക്ഷിക്കുവാനുള്ള നിയമങ്ങളും സ്റ്റേറ്റിൻ്റെ നിയമങ്ങളും ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളും എല്ലാം വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഭംഗിയായ രീതിയിൽ ആർട്ടിസ്റ്റുകളെ കൊണ്ട്
അതിൻ്റെ 1-ാം പേജ് തന്നെ നല്ല ശില്പഭംഗിയോടുകൂടി അവതരിപ്പിച്ച് അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായ നല്ല 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 ഒത്തിരി കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ഇപ്പോൾ പവർ പോയിൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ കാണാൻ വരുന്നത് അതിൽ ഞാൻ നല്ല ഭംഗിയായിരുന്നു. ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ 1-ാം പേജ് എന്ന് പറയുന്നത് തന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്താണെങ്കിലും എല്ലാവരുടെയും മുന്നിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. അടുത്തത് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിക്കുമ്പം നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political liberty, സ്വാതന്ത്ര്യം of thought, expression, belief, faith and worship, equality of status and opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. വളരെ ഭംഗിയായ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ദിസ് 26th day of November 1949 ഡു ഹിയർ ബൈ അഡോപ്റ്റ്, ഇനാക്ട് ആൻഡ് ഗീവ് ടു അവേഴ്സെൽസ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യ മഹാരാജ്യത്തിന് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ സമർപ്പിച്ച് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് നവംബർ 26, 1949. അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു വ്യവസ്ഥാപിതമായ ഒരു ഭരണഘടന നിലവിൽ വന്നു. അതിനകത്ത് നമ്മളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ റിപ്പബ്ലിക്കിലെ ജനങ്ങൾക്ക് തുല്യ ജസ്റ്റിസ്, തുല്യനീതി, തുല്യ ലിബർട്ടി, തുല്യ സ്വാതന്ത്ര്യം, തുല്യ അവസരം, തുല്യ ഇക്വാലിറ്റി നിങ്ങൾക്ക് ഈ രാജ്യം വിഭാവനം ചെയ്യുന്നു. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം. The Constitution of India is the Constitution of the Republic of India. It was adopted by the Constituent Assembly on November 26, 1949 and came into effect on January 26, 1950. India celebrates January 26th each year as the Republic Day. ഞാനത് ഒന്നുകൂടി എഴുതിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. ജനുവരി 26 എല്ലാം ഇന്ത്യയിലെ ഓരോ ജനവിഭാഗവും ഓരോ വ്യക്തിയും പൂർണ്ണതോതിൽ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ഗഫ്യൂളോടുകൂടി സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊള്ളാൻ ഓർമ്മപ്പെടുത്തുന്നൊരു ദിവസമാണെന്ന് ഓർപ്പിക്കാൻ വേണ്ടി ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ. ഞാൻ പറഞ്ഞു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ നിയമങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ Part 3 of the Constitution of India contains the fundamental rights of Indian citizen. ഒരു വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പാർട്ട് 3 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 3 മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, പ്രാഥമികമായിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതാണ്. അതിനകത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ defined as basic human freedoms that every Indian citizen has the right to enjoy for a proper and harmonious development of personality. നമ്മളിതൊക്കെ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തോന്നും, ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് കുഴപ്പം, പിന്നെ നിങ്ങൾക്ക് എന്തിൻ്റെ കുറവാണുള്ളത്. ശരിക്കും ആ ഒരു ഗഫ്യൂൾ നമുക്കൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ജസ്റ്റ് ഞാനിത് ഒന്ന് ഓറിയൻറ്റീറും ചെയ്യാനായിട്ടാണ് അങ്ങോട്ട് എങ്ങനെ പോകുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു ഈക്വാലിറ്റി. ഈക്വാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനുഷ്യരെല്ലാം, ഇപ്പോൾ ഓണത്തിന് നമ്മൾ പറയില്ലേ, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ വളർന്ന കാലം, എല്ലാവർക്കും സമാധാനം, സന്തോഷം, തുല്യ നീതിയല്ല. അതുതന്നെയാണ് ഈക്വാലിറ്റി നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ഈക്വാലിറ്റി ബിഫോർ ലോ, no discrimination on grounds of religion, race, caste, gender or place of birth, equality of opportunity. ഇതാണ് നമ്മുടെ ഭരണഘടന ഇന്ത്യയിലെ ഓരോ പൗരനും വിഭാവനം ചെയ്തിരിക്കുന്ന കാര്യം. ഇതാണ് നിങ്ങൾക്കെല്ലാം തുല്യനീതി. അതുപോലെ തന്നെ റിലീജിയൻ്റെ പേരിലോ കാസ്റ്റിൻ്റെ പേരിലോ ജന്മസ്ഥലത്തിൻ്റെ പേരിലോ മറ്റേതെങ്കിലും പേരിലോ ഒന്നും നിങ്ങളെ ആരും ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല. എല്ലാവർക്കും തുല്യനീതി ഇത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ടു ഫ്രീഡം.
ഫ്രീഡം ഓഫ് സ്പീച്ച്, നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും അത് ഏതൊരു മനുഷ്യനും തുല്യതയോടുകൂടി ഉള്ള അവസരം ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് റിലീജിയൻ, അത് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. റിലീജിയൻ ടു പ്രാക്ടീസ്, റൈറ്റ് ഓഫ് ഫ്രീഡം ഓഫ് റിലീജിയൻ ടു പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് ഓഫ് റിലീജിയൻ, ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്, എക്സെട്ര എക്സെട്ര. ഇതെല്ലാമാണ് ഇതിനകത്ത് കൂടുതൽ കടന്നു വരുന്ന കാര്യങ്ങൾ. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, അതിന് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഇതെല്ലാമാണ് നമ്മുടെ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനകത്ത് കടന്നു വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയിൽ ഒട്ടനവധിയായിട്ടുള്ള നിയമങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കാലാനുസൃതം പാർലമെൻറ്റാണ് ഫെഡറൽ നിയമങ്ങൾ രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നടപ്പാക്കുന്നത് നമ്മുടെ പാർലമെൻറ്റാണ്. അപ്പോൾ പാർലമെൻറ്റ് കാലാനുസൃതമായ പല നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ക്രിമിനൽ ലോ ഇന്ത്യയിൽ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്ത് ബ്രിട്ടീഷുകാരാണ്. ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് രാജ് ഇൻ 1860 മെനി അമെൻഡ്മെൻറ്റ്സ് വെയർ ഡൺ ആഫ്റ്റർവേർഡ്സ്. അതിനുശേഷം ഒത്തിരി അമെൻഡ്മെൻറ്റുകൾ പീനൽ കോഡ് അല്ലെങ്കിൽ ക്രിമിനൽ ലോയിൽ വന്നിട്ടുണ്ട്. മറ്റ് പല ലോകൾ, അതായത് കോൺട്രാക്ട് ലോ, ലേബർ ലോ, കമ്പനി ലോ, പ്രോപ്പർട്ടി ലോ, ഇൻകം ടാക്സ്, ട്രസ്റ്റ് ലോ, ഫാമിലി ലോ ആൻഡ് പേഴ്സണൽ ലോ, അങ്ങനെ ഒട്ടനവധി ലോകൾ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടു. അതിൽ ഒരു പ്രധാനപ്പെട്ട ലോയാണ് ഫാമിലി ആൻഡ് പേഴ്സണൽ ലോ ഇൻ ഇന്ത്യ. നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ വിഭാഗത്തിലേക്കാണ്. അതായത് മറ്റു ലോകളെന്ന് പറയുന്നത് വ്യക്തികളെ കൂടുതൽ ബാധിക്കുന്നില്ല, ഡയറക്റ്റായിട്ട് ബാധിക്കുന്നില്ല. ഫാമിലി ആൻഡ് പേഴ്സണൽ ലോ, ഇവിടാണ് പ്രശ്നങ്ങളുടെ തുടക്കം, അല്ലെങ്കിൽ അവിടാണ് കോൺഫ്ലിക്റ്റുകൾ. ഈ ഫാമിലി ലോ ഇന്ത്യയിൽ അതിനും ഈ പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷമല്ല നമ്മൾ ഫാമിലി ലോ ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഫാമിലി ലോ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന അതിൻ്റെ ആവശ്യം വന്നത് തന്നെ ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കണ്ണ് വിട്ടപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി ഇന്ത്യയിൽ പല നാനാവിഭാഗത്തിൽപ്പെട്ട ആളുകൾ പല മതങ്ങളിൽ വിശ്വസിച്ച് പല ആചാരങ്ങൾ വെച്ച് പുലർത്തി അവരവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ സാമ്രാജ്യങ്ങളിലൂടെ ആണ് അവർ ജീവിക്കുന്നത്. ഓരോ ജനവിഭാഗത്തിനും അവരുടേതായിട്ടുള്ള രീതികളുണ്ട്, അവരുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഇതൊക്കെ ആണ് ഇന്ത്യ എന്നവർക്ക് മനസ്സിലായി. അവർ പല അറ്റംപ്റ്റുകളും പല കാലഘട്ടങ്ങളിൽ അവർ നടത്തി. ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്യുക, കോഡിയറിങ് ചെയ്യുക, ഇങ്ങനെയുള്ള പല എഫേർട്ടുകളും അവർ നടത്തി. പക്ഷേ നമുക്ക് പിന്നീട് കാണാൻ പറ്റും അവരുടെ ഈ എഫർട്ടുകൾ അവരുദ്ദേശിച്ച രീതിയിൽ അവർക്കത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ടോ കോർഡിനേറ്റ് ചെയ്യാനായിട്ടോ കോഡി ചെയ്യാനോ ഒന്നും അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് പിന്നീട് കാണാൻ പറ്റും. 1772 വാൻ ഹാസ്റ്റിംഗ്, ദ ഫസ്റ്റ് ഡിഫാക്ടോ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഫ്രം 1772 to 1785 refers to the code of laws applied to create provisions prescribing Hindu law for Hindus and Islamic law for Muslims for litigation relating to personal matters. അപ്പം ഈ പറഞ്ഞ ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ രാജ്യത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഹിന്ദുക്കളൊരു വലിയ മജോറിറ്റിയാണ്. ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഹിന്ദു റിലീജിയൻ, അതുപോലെ തന്നെ ജൈന മതം, സിഖ് മതം, ബുദ്ധിസ്റ്റുകൾ, ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ എല്ലാവരുടെയും കൂടിയാണ് ഹിന്ദുസ് എന്ന ഒരു കാറ്റഗറി ഉൾപ്പെടുത്തി നമ്മൾ കാണുന്നത്. ഇപ്പോഴും കാണുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം അവരൊരു വലിയ മജോറിറ്റിയാണ്. അതുപോലെ തന്നെ മുസ്ലിം വിഭാഗം അവരൊരു വലിയ മജോറിറ്റിയാണ്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ ആണ് അവർ ജീവിതത്തിൻ്റെ ഭാഗമായി അവർ ആചരിച്ചു വരുന്നത്.
ഇത് ഒഴിവാക്കിക്കൊണ്ട് ഒരു ഐഡിയൽ പേഴ്സണൽ ലോ ഇന്ത്യയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഇതൊക്കെ വളരെ ഭംഗിയായ രീതിയിൽ ബ്രിട്ടീഷുകാർ ആലോചിച്ച കാര്യമാണ്. പക്ഷേ അവർക്ക് അന്നേ അത് മനസ്സിലായി ഇത് പ്രാക്ടിക്കൽ അല്ല എന്ന്. അപ്പോൾ അവർ അന്ന് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു ലോ ഫോർ ഹിന്ദുസ് ആൻഡ് മുസ്ലിം ലോ ഫോർ മുസ്ലിംസ്. ഇതായിരുന്നു ഒരു കോംപ്രമൈസ് അവർ കണ്ടെത്തിയത്. അങ്ങനെ ഹിന്ദു ലോ, ആസ് ഫാർ ആസ് ഹിന്ദുസ് ആർ കൺസേൺഡ്, ഹിന്ദു ലോ ഈസ് എ സ്പെസിഫിക് ബ്രാഞ്ച് ഓഫ് ലോ refers to the code of laws applied to Hindus, Buddhists, Jains and Sikhs in British India. Hindu law is generally based on Dharmashastra and Manusmriti. അപ്പോൾ ഈ മനുസ്മൃതി അല്ലെങ്കിൽ ധർമ്മശാസ്ത്ര ഇതിൽ അടിസ്ഥാനപ്പെടുത്തി രൂപം കൊടുത്ത ഹിന്ദു ലോ ഹിന്ദുക്കൾക്ക് ആ ഒരു കോംപ്രമൈസ് നിലപാടാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് വന്നപ്പോൾ അവർ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പേഴ്സണൽ ലോയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ വ്യക്തി നിയമത്തിൻ്റെ കാര്യത്തിൽ എടുത്തത്. അതുപോലെ തന്നെ മുസ്ലിം ലോ, മുസ്ലിങ്ങൾക്ക് മുസ്ലിം ലോ, മുസ്ലിം ലോ അവർ ബേസ് ചെയ്തത് അവരുടെ ഖുറാനെയും അതുപോലെ തന്നെ അവർക്ക് പല സോഴ്സസ് ഉണ്ട്. അവരുടെ വ്യക്തി നിയമങ്ങൾ രൂപീകരിക്കുന്നത് പല സോഴ്സസിൽ നിന്നാണ്. ശരീഅത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിം ലോ അത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് തന്നെ ആ ഒരു രീതി ഇന്ത്യയിൽ നടപ്പിൽ വന്നു. ക്രിസ്ത്യൻ പേഴ്സണൽ ലോ, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ക്രിസ്ത്യൻ പേഴ്സണൽ ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അന്ന് ചെയ്യേണ്ടി വന്നത് എന്ന ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. ഇന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷേ അന്ന് നമുക്ക് മനസ്സിലാവും അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് ഈ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു യൂണിറ്റി ഈ വ്യക്തി നിയമങ്ങളിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ പല തലത്തിൽ ചർച്ചകളും ചിന്തകളും ഒക്കെ നടക്കുമ്പോൾ അന്ന് ഇതിനേക്കാളും വലിയ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ കാലഘട്ടമായിരുന്നു ഒരു ഏകീകൃത നിയമം കൊണ്ടുവരാനായിട്ട്. അതൊരു കാരണമായിരുന്നു. ഇങ്ങനെ വ്യത്യസ്ത മതങ്ങൾക്ക് വ്യത്യസ്ത നിയമം അന്ന് നടപ്പാക്കപ്പെടാനുണ്ടായ ഒരു കാരണമായിരുന്നു. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ക്രിസ്ത്യൻ പേഴ്സണൽ ലോയും അന്ന് നിലവിലിരുന്നു. ഇപ്പോൾ ഈ പേഴ്സണൽ ലോ കൂടുതൽ കടന്നു വരുന്നത് വ്യക്തികളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലാണ്. അതായത് ഇപ്പം കല്യാണം, ഡിവോഴ്സ് അല്ലെങ്കിൽ ഭാഗം വയ്ക്കൽ, അങ്ങനെ ഒത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. ബഹുഭാര്യ അല്ലെങ്കിൽ ഏകഭാര്യ, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളിലാണ് ഈ വ്യക്തി നിയമങ്ങളിൽ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന നിയമങ്ങൾ. അപ്പോൾ ക്രിസ്ത്യൻ പേഴ്സണൽ ലോയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്രിസ്ത്യൻ മാരേജ് ആക്ട്. ഈ ക്രിസ്ത്യൻ മാരേജ് ആക്ട് സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പ് 1872 ഇന്ത്യൻ ക്രിസ്ത്യൻ മാരേജ് ആക്ട് ഇന്ത്യയിൽ നടപ്പാക്കപ്പെട്ടത്. അപ്പോൾ ഈ മാരേജ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ മാരേജ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതി, മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടേതായിട്ടുള്ള രീതി, അവരുടെ വ്യക്തി നിയമങ്ങൾ ഇതെല്ലാം എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടേതായിട്ടുള്ള രീതി. ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ എങ്ങനെ കല്യാണം കഴിക്കുന്നു, എങ്ങനെ കല്യാണം കഴിക്കേണ്ട രീതി, ഇപ്പോൾ താലി കെട്ടുന്നത്, ഈ പറഞ്ഞ സാരി കൈമാറുന്നത്, അതുവരെ നമ്മുടെ ക്രിസ്ത്യൻ ലോയിൽ ക്രിസ്ത്യൻ മാരേജ് ആക്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞ്. അടുത്തത് യൂണിഫോം സിവിൽ കോഡ്. നമ്മൾ ഈ യൂണിഫോം സിവിൽ കോഡ് ഞാൻ ഇത്ര പറഞ്ഞത് ജസ്റ്റ് ഒരു ഓറിയൻറ്റേഷന് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ സബ്ജക്റ്റിലേക്ക് കടന്നു വരികയാണ്. യൂണിഫോം സിവിൽ കോഡ് എന്നതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? യൂണിഫോം സിവിൽ കോഡ് മീൻസ് സെയിം പേഴ്സണൽ ആൻഡ് ഫാമിലി ലോ ഇറസ്പെക്റ്റീവ് ഓഫ് ദർ റിലീജിയൻ, ബിലീഫ് ആൻഡ് കസ്റ്റം. സിമ്പിൾ വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവം. അതായത് ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളും ഏക വ്യക്തി നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക. ഈസ് ഇറ്റ് ആപ്ലിക്കബിൾ? ഈസ് ഇറ്റ് പ്രാക്ടിക്കബിൾ ഫോർ ഓൾ ഇന്ത്യ? ഇറ്റ്സ് എ റെലവൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ അവർ ഡിസ്കഷൻ ടുഡേ. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് പ്രാക്ടിക്കലാണോ?
നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 ഓഫ് ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഗൈഡ് ലൈൻസ് ടു കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് എല്ലാ സ്റ്റേറ്റുകളും ഈ യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയ 1950 അത് പറഞ്ഞത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനകത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ ഓരോ ഇഷ്യൂകൾ വരുമ്പോഴും കടന്നു വരുന്നത്. നമ്മുടെ ഭരണഘടന പറഞ്ഞിരിക്കുന്ന കാര്യമാണിത്. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് നമ്മൾ നടപ്പാക്കിയേ പറ്റുള്ളൂ എന്ന ഒരു ചർച്ചയിലേക്കാണ് എപ്പോഴും ഓരോ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ കടന്നു വരുന്നത്. ജനറലി സ്പീക്കിംഗ് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യക്കാരെല്ലാവരും ഒന്നാണ്, ഇന്ത്യക്കാർക്കെല്ലാം തുല്യാവസരം, തുല്യനീതി. അപ്പോൾ എല്ലാ ഇന്ത്യക്കാർക്കും ഒരേ നിയമം ആപ്ലിക്കബിൾ ആവണം. ഇതാണ് ഈ യൂണിഫോം സിവിൽ കോഡിൽ വിഭാവനം ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. ആർട്ടിക്കിൾ 44 states that it is the duty of the state to implement a uniform civil code in the state. അപ്പോൾ അത് സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നത്. ഈസ് ഇന്ത്യ റെഡി ഫോർ എ യൂണിഫോം സിവിൽ കോഡ്? നമ്മൾ ചിന്തിക്കേണ്ട അടുത്ത ഒരു കാര്യം, നമ്മുടെ ഇന്ത്യ ഒരു യൂണിഫോം സിവിൽ കോഡ് സ്വീകരിക്കാൻ നമ്മൾ പ്രാപ്തരാണോ, അല്ലെങ്കിൽ നമ്മൾ റെഡിയാണോ? നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ ഈ ഒരു യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ? 17-ാം നൂറ്റാണ്ട്, 18-ാം നൂറ്റാണ്ട്, 19-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ട്, 21-ാം നൂറ്റാണ്ടിലേക്ക് കടന്നു. നമ്മൾ ഇത്രയും കഴിഞ്ഞ 3-4 നൂറ്റാണ്ടുകളിൽ ചർച്ച ചെയ്യുകയും വിശദമായി പഠിക്കുകയും ഇപ്പോൾ അല്ലെങ്കിൽ നാളെ തന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടണം എന്ന രീതിയിലുള്ള പല ഇഷ്യൂസ് നമ്മുടെ നാട്ടിലുണ്ടാവുകയൊക്കെ ചെയ്ത ഒരു വിഷയമാണിത്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ടോ? നമ്മൾ അത്രയ്ക്ക് മാത്രം പക്വത വന്നിട്ടുണ്ടോ? ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഇന്ത്യ ആ ഒരു പക്വതയിലേക്ക് വന്നിട്ടുണ്ടോ? The debate for a uniform civil code dates back to the colonial period in India. ഇതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെ അതിലേക്ക് ഇന്ത്യൻ ജനതയെ ചിന്തിപ്പിക്കുകയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പല പല റിഫോംസുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള പല ആക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് 1856, അതുപോലെ മാരീഡ് വുമൻസ് പ്രോപ്പർട്ടി ആക്ട് 1923, ഹിന്ദു ഇൻഹെറിറ്റൻസ് റിമൂവൽ ഓഫ് ഡിസബിലിറ്റീസ് ആക്ട് 1928, which is a significant move permitted a Hindu woman's right to property. നമ്മൾ ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, പുരുഷനും സ്ത്രീക്കും നമ്മൾ രണ്ടും ഇൻഡിവിജ്വലായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ട്, ഹിന്ദു സമുദായത്തിലാണെങ്കിലും മുസ്ലിം സമുദായത്തിലെ ഏത് വിഭാഗത്തിൽ, ഏത് റിലീജിയൻ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെങ്കിലും സ്ത്രീ പുരുഷ സമത്വവും അതുപോലെ തന്നെ സ്ത്രീ പുരുഷ തുല്യ അവകാശങ്ങളും ഒക്കെ വിഭാവനം ചെയ്യുന്ന നിയമമാണത്. നമ്മുടെ മേജർ റിലീജിയൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഹിന്ദു റിലീജിയൻ ആയാലും മുസ്ലിം റിലീജിയൻ ആയാലും ക്രിസ്ത്യൻ റിലീജിയൻ ആയാലും ഈ നൂറ്റാണ്ടുകൾക്ക് പുറകിൽ നമ്മൾ ചിന്തിച്ച് ഇന്ന് നമ്മളത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇന്നും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും ഇപ്പം നടത്തണം അല്ലെങ്കിൽ നാളെ നടത്തണം എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ഇന്ന് പ്രാപ്തരായിട്ടുണ്ടോ? നമ്മുടെ ചിന്താ തലം ആ ഒരു തലത്തിലേക്ക് വളർന്നിട്ടുണ്ടോ? അതായത് മനുഷ്യനെ സമരായി കാണുന്നതിനും, മനുഷ്യനെന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഉൾപ്പെടെ, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും ഉൾപ്പെടെ, നമ്മുടെ രാജ്യത്തെ ദളിതനെയും അല്ലെങ്കിൽ അതിനും താഴെ വരുന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകളെയും മേജർ കാറ്റഗറിയിൽപ്പെട്ട റിലീജിയൻ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയും ഒക്കെ തുല്യരാണ് എന്ന നമ്മൾ പറയുന്നതിലുപരി പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ?
അവർക്ക് തുല്യ അവസരങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അഭാവം മൂലമാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് മനുഷ്യനെ പരുവപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പല റിഫോംസും നമ്മുടെ നാട്ടിൽ കാലാനുസൃതമായിട്ട് പല ഗവൺമെൻറ്റുകളും കൊണ്ടുവന്നിരിക്കുന്നത്. പാസിംഗ് ഓഫ് ദി ഹിന്ദു വിമൻസ് റൈറ്റ് ടു പ്രോപ്പർട്ടി ആക്ട് ഓഫ് 1937, ഓൾസോ നോൺ ആസ് ദി ദശ്മുഖ് ബിൽ, led to the foundation of the B.N. Raju Committee, which was set up to determine the necessity of common Hindu law. അപ്പം ഹിന്ദു വിഭാഗത്തിൽ തന്നെ നമുക്ക് എടുക്കുമ്പോൾ കാണാൻ പറ്റും, അവിടുത്തെ നിയമങ്ങൾ പോലും താളം തെറ്റിയാണ് കിടക്കുന്നത്. ഒരിക്കലും മനുഷ്യന് തുല്യരായിട്ട് തുല്യനീതിയിലൂടെ അല്ലെങ്കിൽ തുല്യ ഈക്വാലിറ്റി ആ ഒരു റിലീജിയനിൽ പോലും കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. ഈ B.N. റാവു കമ്മിറ്റി എന്ന് പറഞ്ഞ ആ കമ്മിറ്റി ഒത്തിരി കോൺട്രിബ്യൂഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്ന അതിന് വേണ്ടിയിട്ട് ഒത്തിരി റെക്കമെൻഡേഷൻസ്, അനുകൂലമായിട്ടുള്ള ഒത്തിരി റെക്കമെൻഡേഷൻസ് നടത്തിയിരുന്ന ഒരു കമ്മിറ്റിയായിരുന്നു ആ ഒരു കമ്മിറ്റി. The committee concluded that it was time of a uniform civil code which would give equal rights to women, keeping with the modern trends of society, but their focus was primarily on reforming the Hindu law in accordance with the scriptures. The committee reviewed the 1937 Act and recommended a civil code of marriage and succession. It was set up again in 1944 and sent its report to the Indian Parliament in 1947. Reforms after independence. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആക്ച്വലി സംഭവിച്ചത് സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് കേട്ടോ. ഈ പറഞ്ഞ ഹിന്ദു വിഡോ റീമാരേജ് ആക്റ്റും അല്ലെങ്കിൽ വിമൻസ് പ്രോപ്പർട്ടി ആക്റ്റും റിമൂവൽ ഓഫ് ഡിസബിലിറ്റീസ്, ഹിന്ദു ഇൻഹെറിറ്റൻസ് ആക്റ്റും, അതെല്ലാം ഇങ്ങനെയുള്ള ഈ ആക്റ്റുകൾ ഈ കമ്മിറ്റി എല്ലാം പ്രവർത്തിച്ചത് സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്. Reforms after independence. A Special Marriage Act 1954 is an act of the Parliament of India enacted to provide a special form of marriage for the people of India and all Indian nationals, enacted by Parliament of India with effect of 1/1955. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ കൊണ്ടുവന്ന പുതിയ നിയമങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് ഉള്ള ശ്രമകരമായ ഒരു ചുവടുവെപ്പായിരുന്നു ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പാസ്സാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഏത് വിഭാഗത്തിൽപ്പെട്ട മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കാണെങ്കിലും അവർക്ക് അവരുടെ മതവിഭാഗങ്ങളിൽ നിന്ന് മാറിയിട്ട് അവിടുത്തെ രീതികൾ ശരിയല്ല എന്ന് തോന്നിയാൽ ആ വിഭാഗത്തിൽ പോയി കല്യാണം കഴിക്കണമെന്ന് അവിടുത്തെ നിയമങ്ങൾ ആപ്ലിക്കബിൾ ആകാണ്ട് അവർക്ക് ഇന്ത്യൻ അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ടിൻ്റെ കീഴിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യ ഈ പറയുന്ന യൂണിഫോം അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന രീതിയിലുള്ള റൈറ്റുകൾക്ക് അർഹതപ്പെടുത്തുന്നതാണ് ഈ സ്പെഷ്യൽ മാരേജ് ആക്ട്. അതിനകത്ത് ഹിന്ദു മാരേജ് ആക്ട് അനുസരിച്ച് കല്യാണം കഴിക്കുകയും ഇതിൻ്റെ കീഴിൽ അവകാശം വേണമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷേ നമുക്ക് ചെയ്യാം, ഈസി വേയിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് സ്പെഷ്യൽ മാരേജ് ആക്ടിൽ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം ആപ്ലിക്കബിൾ ആകും. അതുപോലെ തന്നെ ഈ കാലഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മളെ ഈ ഒരു യൂണിഫോം സിവിൽ കോഡിലേക്ക് ചിന്തിപ്പിച്ച പല ഇഷ്യൂസും കടന്നു വന്നു, അല്ലെങ്കിൽ പല വിഖ്യാതമായ കേസുകൾ. അതിലൊന്നാണ് ഷാബാനോ കേസ്. അതായത് അദ്ദേഹത്തിൻ്റെ ആ സ്ത്രീയുടെ ഭർത്താവ്, പുള്ളി ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു, അഹമ്മദ് ഖാൻ. പുള്ളി ഇവിടെ മൊഴി ചൊല്ലി എന്നാ പറഞ്ഞ ജില്ലാ കോടതിയിലും ഹൈക്കോടതികളിലും ഒക്കെ അവിടെ എന്താ പറയുക ഭർത്താവിൽ നിന്ന് ഉള്ള
അതെ, ജീവനാംശം. ജീവനാംശം, അത് തന്നെ, ജീവനാംശം ലഭിക്കണം എന്ന കേസുമായി നടന്നു. അവിടെയെല്ലാം ആ കേസ് തള്ളി. സുപ്രീം കോടതിയിൽ ആ കേസ് വന്നു. ഭർത്താവ് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാനിവിടെ കല്യാണം കഴിച്ചത് ഇതാണ്, മുസ്ലിം മാരേജ് ആക്ട് അനുസരിച്ചിട്ടാണ് ഞാനിവിടെ കല്യാണം കഴിച്ചത്. ആ മാരേജ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഞാൻ അവളെ മൊഴി ചൊല്ലി. അപ്പോൾ എനിക്ക് അവൾക്ക് ജീവനാംശം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ചുകൊണ്ട് സുപ്രീം കോടതി ഒരു വലിയ വിധി പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഏത് വിഭാഗത്തിൽപ്പെട്ട മാരേജ് ആക്ട് അനുസരിച്ച് കല്യാണം കഴിച്ചാലും പിരിഞ്ഞു കഴിഞ്ഞെന്നാൽ അവൾക്ക് ജീവനാംശം കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു വിധി പ്രസ്താവിച്ച് അവിടെ ഒരു വഴിത്തിരിവുണ്ടാക്കി. ആ ഒരു വിധി നമ്മുടെ ഇന്ത്യയിൽ പൊതുവായും മുസ്ലിം വിഭാഗങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് വലിയ ഒരു ചർച്ചയ്ക്കും പഠനത്തിനുമൊക്കെ വഴി തുറന്നു വിട്ടു. അതിലൂടെ മനുഷ്യനെ കുറച്ച് ബോധവാനാക്കാൻ സാധിച്ചു. അതായത് മുസ്ലിം വിഭാഗത്തിൽ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാനുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ ഏത് ഭാര്യയെ വേണേലും അയാൾക്ക് 3 പ്രാവശ്യം ഞാൻ നിന്നെ മൊഴി ചൊല്ലിയിരിക്കുന്നുവെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അവളെ മാറ്റി വേറൊരാളെ കല്യാണം കഴിക്കാനുള്ള അവകാശമുണ്ട്. ഭാര്യത്വം, ഇങ്ങനെയുള്ള പല അവസരങ്ങളും അവിടെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൊതു സമൂഹം അറിയുവാനും കൂടുതൽ അറിയുവാനും, അതായത് ഒരു മതവിഭാഗമല്ല പൊതുവിഭാഗം കൂടുതൽ അറിയുവാനും അത് ചർച്ച ചെയ്യുവാനും അതിനകത്ത് ശരിയും തെറ്റും പല തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുവാനും ഒക്കെ ഇടവരുത്തി. അപ്പോൾ കൂടുതൽ ആളുകൾ ചിന്തിച്ചു, നമുക്ക് ഒരു യൂണിഫോമിറ്റി പേഴ്സണൽ ലോയിൽ കൊണ്ടുവന്നാൽ എന്താണ്, അത് നമുക്ക് അത്യാവശ്യമല്ലേ, കാലഘട്ടത്തിൻ്റെ ആവശ്യമല്ലേ, നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഈ പഴയ നിയമങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിലേക്ക് വഴിതെളിച്ചു വിട്ടു. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊട്ടായ എൻ്റെ പേരെന്താ, അടുത്ത കാലത്തുള്ള ഇഷ്യൂ എന്തായിരുന്നു? സുപ്രീം കോടതി ആ കേസ് ഞാൻ എൻ്റെ പേര് വിട്ടുപോയി. ഇപ്പോഴും വീണ്ടും ഈ ഇഷ്യൂ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ചിന്തിക്കുന്ന മുസ്ലിങ്ങളുടെ ആ ഒരു കേസ് നിരോധിക്കണം അല്ലെങ്കിൽ നിരോധിക്കേണ്ട ട്രിപ്പിൾ തലാഖ്. അതന്നെ, ട്രിപ്പിൾ തലാഖ്. എഴുതുമ്പോൾ തലാഖ് തലാഖ് ടോക്ക്. അപ്പൊ അത് ബ്യൂട്ടി കാണും. അല്ല 3 പ്രാവശ്യം തലാഖ് എഴുതുന്ന ഒരു പ്രാവശ്യം തെറ്റുപറ്റി ടോക്ക് എഴുതി. അത് ബ്യൂട്ടി കാണും. അപ്പം അങ്ങനെ ഒത്തിരി തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ 1986 മുസ്ലിം വിമൻസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഓൺ ഡിവോഴ്സ് ആക്ട് നമ്മുടെ പാർലമെൻറ്റിൽ പാസ്സാക്കപ്പെട്ടു. അതാണ് ഓരോ ഇഷ്യൂകൾ വന്ന് കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ആവശ്യകതയെക്കുറിച്ച് റീതിങ്ക് ചെയ്യുന്നതും പെട്ടെന്ന് ഒരു സഡനായിട്ട് ഒരു ആക്ഷൻ വന്ന് ചിലത് നടന്നു. ആ ഒരു രീതിയിൽ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിയമം പാർലമെൻറ്റ് പെട്ടെന്നല്ല ചർച്ച ചെയ്ത് പാസ്സാക്കാനായിട്ട് സാധിച്ചത്. ഇനി എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ കറണ്ട് കാമ്പയിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? ഇപ്പം ജനറലി സ്പീക്കിംഗ് എല്ലാ വിഭാഗങ്ങളിലും എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട സ്ത്രീകൾ പ്രത്യേകിച്ചും പുരുഷന്മാർ ഒക്കെ ഈക്വാലിറ്റി കുറഞ്ഞതിൻ്റെ കാരണം കൊണ്ടാണ് ഇപ്പോൾ സിവിൽ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലോ അമെൻഡ് ചെയ്ത് യൂണിഫോമിറ്റി കൊണ്ടുവരണമെന്ന് പറയണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കൂടുതലും പ്രത്യേകിച്ച് സ്ത്രീകളെയാണ്. പക്ഷേ ഈ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നത് ഏതെങ്കിലും മുസ്ലിം വിഭാഗത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളിലെ സ്ത്രീകളെയും 2ാം തരം പൗരന്മാരായിട്ട് തന്നെയാണ് ഇന്നും നമ്മുടെ സമൂഹം കാണുന്നത്. അവരെ ഈക്വലായിട്ട് കാണുവാനായിട്ട് ഉള്ള അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുവാനായിട്ട് തയ്യാറുണ്ടോ? ആ ഒരു തയ്യാറില്ലായ്മയാണ് ഇതിനെ വീണ്ടും ഈ ഒരു കമ്പനിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിൻ്റെ കാരണം. റൈറ്റ്സ് ഓഫ് വിമൻ എസ്പെഷ്യലി ഹിന്ദു, മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻസ് ആർ അണ്ടർ ക്വസ്റ്റ്യനബിൾ അല്ലെങ്കിൽ അണ്ടർ സസ്പെക്റ്റ് ഇപ്പോഴും അറ്റ് പ്രസൻറ്റ് ഓൾസോ. അതാണ് റിയലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ ടുഡേ ഓൾസോ. അതുപോലെ തന്നെ പ്രൊട്ടക്റ്റിംഗ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ അബ്യൂസ്. ഇന്നത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ അവകാശങ്ങൾ. കുട്ടികളെ ഒത്തിരി സെക്ഷലായിട്ട് അബ്യൂസ് ചെയ്യുന്നു. കുട്ടികളെ അബ്യൂസ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾ ഇതിനകത്ത് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല
നമ്മുടെ പല സ്റ്റേറ്റുകളിലും ചൈൽഡ് മാരേജ് നിലനിൽക്കുന്നുണ്ട്. പല മതവിഭാഗങ്ങളും അതിനിപ്പോഴും അത് ശരിയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ ജാതിയുടെ നിയമം അനുസരിച്ച് അത് ഞങ്ങളുടെ അവകാശമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ വല്യപ്പന്മാർ തൊട്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ കുട്ടികളെ തീരെ ചെറുപ്പത്തിലെ 9 വയസ്സ് 8 വയസ്സ് 10 വയസ്സൊക്കെ ആകുമ്പോഴേ കല്യാണം കഴിക്കുകയും സെക്ഷൽ അബ്യൂസ് ചെയ്യുകയും പിന്നെ അവരെ ഉപേക്ഷിക്കുകയും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഇന്ന് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അത് ശരി ഒരു കാരണവശാലും ശരിയാണെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു ഇഷ്യൂ വീണ്ടും നമ്മൾ ഈ ഇതിലേക്ക് പുനർവിചിന്തനം ചെയ്യപ്പെടുന്നതിൻ്റെ കാരണം അതാണ്. റെമഡി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഈ ഒരു കാര്യത്തിൽ? ഞാനൊരു ജനറലായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. യൂണിഫോമിറ്റി അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. വ്യക്തി നിയമങ്ങളുടെ യൂണിഫോമിറ്റിയാണ് കേട്ടോ. വ്യക്തി നിയമങ്ങൾ പലതുണ്ട്. അതിൽ ഫാമിലി ആൻഡ് പേഴ്സണൽ ലോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊക്കെ ഭരണഘടന വളരെ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോയത്. അതുകൊണ്ടാണ് ജനറലി നമ്മുടെ ഭരണഘടന വളരെ ഭംഗിയായ രീതിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്, തുല്യാവസരം കാര്യങ്ങളെല്ലാം. പക്ഷേ നമ്മുടെ ഫാമിലി ആൻഡ് പേഴ്സണൽ ലോ അവിടെയാണ് പ്രശ്നം. അത് യൂണിഫോമിറ്റി ഉണ്ടാവണം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹിന്ദു ലോ, ക്രിസ്ത്യൻ ലോ, മുസ്ലിംസ് ലോ ഇത് നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലോവിന് കോടിയേറും കൊണ്ടുവന്നു, വേറൊരു ഭാഗത്തിലും കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരു വ്യവസ്ഥിതി നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇങ്ങനെയുള്ള ഇഷ്യൂകൾ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്നത്, ചോദ്യങ്ങൾ കടന്നു വരുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഇഷ്യൂസൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പോലും ഞെട്ടിപ്പോകുന്നു. ഇതൊക്കെ ഒരു വിഭാഗത്തിൽ നടപ്പുണ്ടോ? 6-7 ഭാര്യമാരെ അല്ലെങ്കിൽ 4-5 ഭാര്യമാരെ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ മൊഴി ചെല്ലാൻ എത്ര ഈസിയാണ്. SMS വഴി മൊഴി ചെല്ലപ്പെടുക, അല്ലെങ്കിൽ ഭാര്യമാരെ ഉപേക്ഷിച്ചിട്ട് അവർക്ക് ജീവനാംശം ഒന്നും കൊടുക്കാണ്ട് അവരെ തള്ളിവിടുക. അവർക്ക് എന്താണ് നിയമം? അവർക്ക് അവരുടെ നിയമം എവിടെയാണ്? അവരുടെ അവകാശം എവിടെയാണ്? ഇരുട്ടി തപ്പുകയാണ് ആളുകൾ. അത് ആണ് നമ്മളെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പുനർവിചിന്തനം അല്ല, ചിന്തിപ്പിക്കുന്ന കാര്യം അതാണ്. അപ്പം നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്, നമുക്ക് എന്തെങ്കിലും റെമഡി. എന്താണ് റെമഡി? ഇപ്പോൾ ഞാൻ 2 റെമഡി എൻ്റെ മനസ്സിൽ തോന്നിയിരിക്കുന്ന റെമഡി ഇതാണ്. റിഫോംസ് വിത്തിൻ ദ പേഴ്സണൽ ലോ ഓഫ് ഹിന്ദു, മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻസ്. അതുപോലെ തന്നെ റിഫോംസ് വിത്തിൻ ദ ഫാമിലി ലോ ഓഫ് ഹിന്ദു, മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻസ്. ഇതാണ് ഞാൻ വിഭാവനം ചെയ്യുന്ന റെമഡി. അതായത് പേഴ്സണൽ ലോ, ഫാമിലി ലോ, all these are existed from the ancient India. റെമഡി എന്ന് പറയുന്നത് അവിടെ തുടങ്ങണം. അവിടെ അല്ലെങ്കിൽ ക്രൈസ്തവ വ്യക്തി നിയമങ്ങളിൽ എവിടെ തകരാറ്, ആ തകരാറ് പഠിക്കുക, ആ തകരാറ് പൂർത്തീകരണം ചെയ്യുക. ഹിന്ദു വ്യക്തി നിയമത്തിൽ എവിടെയാണ് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, അവിടുത്തെ തകരാറ് എവിടെയാണ്, അത് പഠിക്കുക, പൂർത്തീകരണം ചെയ്യുക. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ. അപ്പോൾ ഈ ഇഷ്യൂ വന്നപ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സുപ്രീം കോടതിയിലെ കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളുടെ അവരുടെ വെല്ലുവിളിയുടെ പേരെന്താ? അദ്ദേഹം പറഞ്ഞു ആ നിയമം ഞങ്ങൾ മാറ്റി എഴുതാൻ പോവുകയാണ്, പഠിച്ച് ഒരു 6 മാസത്തിനുള്ളിൽ അവർ ആ നിയമം എന്താ പറയുക തിരുത്തി എഴുതുന്നത്. അപ്പം അതൊരു ഞാൻ നോക്കിയിട്ട് അതൊരു നല്ല ചൂടുവെപ്പാണ്. അപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ കാത്തിരിക്കാതെ വ്യക്തി നിയമങ്ങളിൽ കാലാനുസൃതമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തുവാനായിട്ട് ആ ഓരോ സമുദായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ശ്രമകരമായ കാര്യങ്ങൾ ചെയ്താൽ നാട്ടിലെ നിയമങ്ങൾ ആധുനിക നിയമങ്ങളോടൊപ്പം കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവരുടെ മതവിഭാഗങ്ങളുടെ ഓരോ രീതികളുണ്ടല്ലോ, അത് അവർക്ക് കാത്തു സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് എൻ്റെ ഒരു ദൃഷ്ടിയിലുള്ള ഒരു
റെമഡിയായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്കറിയില്ല എന്തുമാത്രം നിങ്ങൾക്കിത് കോപ്പിയറും ചെയ്യാൻ പറ്റിയെന്ന്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി എലാബറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതില്ലാണ്ട് പവർ പോയിന്റ് ഇല്ലാതെ ഇവർക്കപ്പറ്റി എനിക്കത് പ്രസൻറ്റീറും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരു ജനറലായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും മൈനൂങ്ങുകൾ നമുക്ക് എന്താണ് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുക, ഇതിൻ്റെ ആവശ്യകത എന്ത്, ഇത് ഇന്ത്യൻ സമൂഹം ആക്സെപ്റ്റ് ചെയ്യോ ഈ ഒരു യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ് നിലനിൽക്കുന്ന ഏക സംസ്ഥാനം ഗോവയിൽ സ്വാതന്ത്ര്യ പ്രാപ്തിയുടെ ഇന്ത്യൻ നമ്മുടെ യൂണിഫോം സിവിൽ കോഡ് ആണ് ആപ്ലിക്കബിൾ. അവിടെ വേറെ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരുടെ കാര്യങ്ങളാണെങ്കിലും ഒരു നിയമവും പറഞ്ഞിട്ട് അവിടെ കാര്യമില്ല. അവിടെ യൂണിഫോം സിവിൽ കോഡാണ്. സ്റ്റേറ്റ് ഗോവ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, ചിന്തകൾ എല്ലാം ക്ഷണിക്കുകയാണ്. എന്നെ ശ്രമിച്ച് നിങ്ങളോട് നന്ദി പറയുന്നു. തീർച്ചയായിട്ടും വളരെ നമ്മളെല്ലാവരെയും ഓറിയൻറ്റേറും ചെയ്യിപ്പിക്കാൻ പറ്റിയൊരു സബ്ജക്റ്റാണ് വ്യക്തി നിയമം. വളരെ പ്രധാനപ്പെട്ടത് ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചും വ്യക്തി നിയമം. അതായത് എനിക്കിന്നും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം, ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച് ഇത്രയും വർഷങ്ങളായിട്ടും നമ്മുടെ വ്യക്തി നിയമങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ, നമ്മുടെ നിയമത്തിൻ്റെ അഭാവം കൊണ്ടൊന്നുമല്ല, നമ്മുടെ നിയമങ്ങൾ എന്താ പറയുക, വ്യക്തി നിയമങ്ങൾ ഒരിക്കലും നമ്മൾ ഒരു അന്തർദേശീയ തലത്തിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മൾ പല നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഇൻ്റർനാഷണൽ തലത്തിൽ മനുഷ്യ അവകാശങ്ങളെ നമ്മൾ വളരെയധികം അവഹേളിക്കുന്ന നിയമങ്ങളാണ് അല്ലെങ്കിൽ അവസ്ഥകളാണ് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. പല 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 ഇഷ്യൂകളിൽ മാറ്റങ്ങൾ പലയിടത്തും ഉണ്ടെങ്കിലും പലയിടത്തും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത മനുഷ്യൻ്റെ മനസ്സുകളെ അലട്ടുന്നത്. മറ്റു രാജ്യങ്ങളിലും ഉണ്ട്. കമ്പയർ ചെയ്യുകയല്ല, നമ്മൾ ഒത്തിരി കമ്പയറിങ്ങിന് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള അവസ്ഥകളുണ്ട്. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുവാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.